സജു ദേവസ്യ പ്രതിപക്ഷ നേതാവ് വെള്ളാപ്പള്ളി പറഞ്ഞതിനോട് ആദ്യം പ്രതികരിച്ചു. പിന്നീട് ജി സുകുമാരൻ നായരുടെ വാർത്താ സമ്മേളനം അല്പം ദീർഘമേറിയതായിരുന്നു. അതിനുശേഷവും പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു. രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് പ്രതിപക്ഷ നേതാവ് വ്യത്യസ്തനാകുന്ന പറയുന്നതിലെ വ്യക്തതയിലാണ്. രാഷ്ട്രീയ പ്രതികരണങ്ങളിലുള്ള ക്ലാരിറ്റി, ആ ക്ലാരിറ്റി ആ മറുപടിയിലും ഉണ്ടായിരുന്നു. തെറ്റുണ്ടെങ്കിൽ തിരുത്തുമെന്ന് പറയുന്നത് വ്യക്തിപരമായി തനിക്ക് പറ്റുന്ന തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തും. ഈ രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്കുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുമെന്നുള്ളതാണ്. ഈ രണ്ട് സമുദായ നേതാക്കളുടെയും പ്രതികരണങ്ങൾ രാഷ്ട്രീയമായ പ്രതികരണങ്ങളല്ല എന്നുകൂടിയല്ലേ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്. വർഗീയതയ്ക്കെതിരെ ഉള്ള നിലപാടിൽ ഒരു തരത്തിലും വെള്ളം ചേർക്കില്ല എന്ന് കൂടിയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. സ്മൃതി, അതായത് തന്റെ പ്രതികരണങ്ങളിലെ കൺസിസ്റ്റൻസി ഉറപ്പുവരുത്താൻ പ്രതിപക്ഷ നേതാവിന് കഴിയുന്നുണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷെ അതേസമയം തന്നെ NSSന്റെ ജനറൽ സെക്രട്ടറിയും SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയും ഒരുമിച്ച് ചേർന്ന് ലക്ഷ്യമിടുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനെയാണ് എന്നത് വളരെ പ്രധാനമാണ്. അതിന്റെ കേന്ദ്ര ബിന്ദു അതല്ലെങ്കിൽ അത് പുറപ്പെടുന്നത് എവിടെ നിന്നാണ്, അതിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്നതിലൊക്കെ കുറെ കൂടി ക്ലാരിറ്റി യഥാർത്ഥത്തിൽ വരേണ്ടതുണ്ട് എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാരണം പ്രതിപക്ഷ നേതാവിനോട് നമ്മൾ ചോദിച്ചിരുന്നു, ഇത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ആസൂത്രിതമായൊരു നീക്കമാണെന്ന് കരുതുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് അതിന് കാര്യമായ പ്രതികരണം പറഞ്ഞില്ല എന്നത് ശ്രദ്ധേയമാണ്. അതേസമയം അദ്ദേഹം എല്ലാത്തിനും മറുപടി പറയുന്നുണ്ട്. അദ്ദേഹം മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്നില്ല എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അതായത് വർഗീയതയ്ക്കെതിരായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഏതെങ്കിലും വിഭാഗങ്ങളെ, സമുദായങ്ങളെ ലക്ഷ്യമിട്ട് എന്തെങ്കിലും ഒരു പരാമർശം തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അക്കാര്യത്തിൽ പ്രതികരണത്തിൽ വളരെ കൃത്യമായ ക്ലാരിറ്റി ഉണ്ട്. അന്നും ഇന്നും അത് തന്നെയാണ് താൻ ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നത്. അതേസമയം എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്താൻ തയ്യാറുമാണ് എന്ന് അദ്ദേഹം കരുതുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് പ്രധാനം. അതായത് ഈ വിവാദങ്ങളുടെ എല്ലാം ആത്യന്തിക ഗുണഭോക്താക്കൾ ആരാണ്? പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി അത് എന്ത് ഫലമാണ് ഉണ്ടാക്കുക എന്നത് അറിയാൻ നമ്മൾ കാത്തിരിക്കണം. അപ്പോഴും അതിൽ വളരെ പ്രധാനമാണ്. അതായത് പ്രതിപക്ഷ നേതാവ് VD സതീശനെ മാത്രം കോർണർ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു നീക്കം നടന്നാൽ ആത്യന്തികമായി അദ്ദേഹത്തെ, അതായത് കോൺഗ്രസിനകത്തെ ആഭ്യന്തര സമവാക്യം, മറ്റൊന്ന് LDFന്റെ താല്പര്യം, ഇത് രണ്ടും ഇതിൽ പ്രവർത്തിക്കുന്നുണ്ടോ, അതിലേതാണ് യഥാർത്ഥത്തിൽ, എവിടെ നിന്നാണ് അതിന്റെയൊക്കെ കേന്ദ്ര ബിന്ദു എന്നൊക്കെ അറിയണമെങ്കിൽ സ്വാഭാവികമായും അത് പുരോഗമിക്കവേ, അത് ഡെവലപ്പ് ചെയ്ത് വരവേ എന്താണ് എന്ന് അറിയുക മാത്രമേ. ഇപ്പോൾ ജി സുകുമാരൻ നായർ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട CPM നേതാവ്, മന്ത്രിസഭയിൽ തന്നെയുള്ള ഒരു CPM നേതാവ് അദ്ദേഹത്തെ ഇടയ്ക്ക് വാർത്താ സമ്മേളനത്തിനിടെ വിളിക്കുന്നുമുണ്ട് എന്നുള്ളതൊരു കൗതുകമായി ഈ ഘട്ടത്തിൽ നിൽക്കുകയാണ്. അതിന് വിവരങ്ങൾ പിന്നീട് സായി പറയും. ഞാൻ സജോ ദേവസിലേക്ക് കൂടുതൽ വരുമ്പോൾ, സജോ, ഇപ്പോൾ തെറ്റുണ്ടെങ്കിൽ തിരുത്തുമെന്ന് പറയുന്നതിനൊപ്പം തന്നെ ഈ തിണ്ണ നിരങ്ങൾ, സമുദായ നേതാക്കളുടെ തിണ്ണ ഞാൻ നിരങ്ങാറില്ല എന്ന മുൻപ് VD സതീശൻ പറഞ്ഞൊരു പ്രയോഗമുണ്ട്. പിന്നീട് അദ്ദേഹം അത് മയപ്പെടുത്തുന്നുമുണ്ട്. പക്ഷേ സുകുമാരൻ നായർ അത് മറന്നിട്ടില്ല, അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. പിന്നീട് ഇപ്പോഴും ഇവിടേക്കും തിണ്ണ നിരങ്ങാൻ വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപും വന്നു, അതിനുശേഷവും വന്നു എന്നുള്ള കാര്യം പറയുന്നു. പ്രതിപക്ഷ നേതാവ് ഇന്നിപ്പോൾ പറയുമ്പോൾ ഞാൻ പോകാറുണ്ട്, എല്ലായിടത്തും പോകാറുണ്ട് എന്നാണ് അത് വിശദീകരിക്കുന്നത്. പക്ഷേ ഈ നേരത്തെയുള്ള പ്രയോഗത്തിൽ അതൊരു പിഴവായിരുന്നു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നില്ല. സജോ, സ്മൃതി, അതായത് പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഉറപ്പായും വിവിധ സാമൂഹിക വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അത് പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ഒരു തിയറി വെച്ച് പരിശോധിച്ചാൽ തെറ്റാവുകയുമില്ല. പക്ഷേ മുൻപ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം NSS ആസ്ഥാനത്തും പോയിട്ടുണ്ട്. വിവിധ സാമൂഹിക സംഘടനകളുടെ, സമുദായ സംഘടനകളുടെ, ക്രൈസ്തവ സഭകളുടെ ഏറ്റവും ഒടുവിൽ സിനഡ് നടക്കുന്ന സ്ഥലത്തേക്കൊക്കെ അദ്ദേഹം പോയിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. അതിൽ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിശദീകരണം അദ്ദേഹം നൽകുന്നില്ല. പക്ഷെ അതിനും അപ്പുറത്തേക്ക് അദ്ദേഹം പറയുന്നത് എല്ലാ സ്ഥലത്തും താൻ പോകാറുണ്ട്, എല്ലാവരെയും കാണാറുണ്ട്, എല്ലാവരെയും കേൾക്കാറുണ്ട്, ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു, ഇനിയും തനിക്ക് അത്തരം വേദികളുണ്ട്, ഇന്നും നാളെയും മറ്റന്നാളുമൊക്കെയായി അത്തരം വേദികളുണ്ട്, അവിടെ പോകും എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ പോയ വേദികളെക്കുറിച്ച് പറയുന്നുണ്ട്. NSS ആസ്ഥാനത്തും പെരുന്നയിൽ പോയ കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ മുൻപ് അദ്ദേഹം അങ്ങനെ ഒരു പരാമർശം നടത്തിയിരുന്നു. അതിനെ കേന്ദ്രീകരിച്ച് സ്വാഭാവികമായും ഇത്തരം ഇടങ്ങളിൽ പോകുമ്പോൾ ഉണ്ടാകാവുന്ന വിമർശനങ്ങൾ, രാഷ്ട്രീയമായും അല്ലാതെയും ഉയർന്ന വിമർശനങ്ങളുണ്ട്. NSS ജനറൽ സെക്രട്ടറി അത് ഓർത്തുവെച്ച് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം അത് തീർച്ചയായും ആ ഘട്ടത്തിൽ, ആ പരാമർശം വരുന്ന ഘട്ടത്തിൽ അത് ഏറ്റവും കൂടുതൽ ആ ഘട്ടത്തിൽ അത് NSSനെ പരാമർശിക്കും വിധം ആയിരുന്നു ഒരു പരിധിവരെ എന്നെങ്കിലും പറയേണ്ടി വരും. കാരണം അന്ന് അദ്ദേഹം ആ പരാമർശം നടത്തുന്ന വേളയിൽ NSSനെ കേന്ദ്രീകരിച്ചുള്ള വിഷയങ്ങൾ നിൽക്കുന്ന ഒരു ഘട്ടമായിരുന്നു. അതുകൂടാതെ സഭകളുടെ കാര്യവുമുണ്ട്. പക്ഷേ പ്രത്യേകമായും അത് NSSനെ ലക്ഷ്യമിട്ട് പറഞ്ഞു എന്ന തരത്തിലുള്ള ഒരു അതൃപ്തി സ്വാഭാവികമായും എല്ലാ കാലത്തും NSSനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു എന്നതുകൂടി കാണേണ്ടതുണ്ട്. പക്ഷെ അതിനുശേഷവും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപും അവിടെ പോയിരുന്നു. താൻ അതിനുശേഷം സഹായിക്കാൻ അവിടുത്തെ താലൂക്ക് യൂണിയന്റെ ആളുകളോട് പറഞ്ഞു എന്നൊക്കെ ജനറൽ സെക്രട്ടറിയും സുകുമാരൻ നായർ പറയുന്നുണ്ട്. സ്വാഭാവികമായി അദ്ദേഹം കൂടുതൽ പ്രായോഗിക രാഷ്ട്രീയത്തിൽ പുതിയ
ഘട്ടത്തിലേക്കൊക്കെ കടന്നതോടുകൂടി ആ നയത്തിൽ അദ്ദേഹം ആ നയം മയപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായത് പ്രായോഗിക രാഷ്ട്രീയത്തിൽ അത്തരം കാര്യങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ വിഭാഗങ്ങളും നടത്തുന്നതാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം വിവിധ സാമൂഹിക വിഭാഗങ്ങളുടെ ഒരു വേദി കൂടിയാണ് പലപ്പോഴും അത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എത്ര നിരാകരിച്ചാലും ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം, ഒരു സാമൂഹിക യാഥാർത്ഥ്യം അതാണ്. UDF പൊതുവിൽ വ്യത്യസ്ത വിഭാഗങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയ്ക്ക് കൂടിയാണ്. അങ്ങനെ അതിനെ വളർത്തും എന്നുകൂടി മുൻകാലത്ത് സമീപകാലത്ത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിൻ ഘട്ടത്തിൽ അതിനെ വിപുലമായ ഒരു പ്ലാറ്റ്ഫോം ആക്കുക എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും അതും അദ്ദേഹത്തിനെതിരെ ഉപയോഗിക്കുന്നുണ്ട് എല്ലാ ഘട്ടത്തിലും. ഇപ്പോഴും അത്തരം വിമർശനങ്ങൾ പലരും ആയുധമാക്കുന്നുണ്ട്. ആ പ്രയോഗം ഈ ഘട്ടത്തിലും എന്നത് ശരിയാണ്. അപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം കൂടുതൽ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് അദ്ദേഹം NSS ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം വന്നതിന് പിന്നാലെ വീണ്ടും അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിച്ചത്. ശരി.